ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം എന്നും മഹത്വം എടുക്കുമാറാകട്ടെ. ഒരു അപ്പൻ അതുപോലെ ഒരു കുഞ്ഞു ബാലൻ, അവർ രണ്ടുപേരും കൂടി വളരെ തിരക്കേറിയ ഒരു റോഡ് ക്രോസ് ചെയ്യുകയാണ്. ഭയങ്കര ശക്തമായ രീതിയിൽ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അപ്പൻ ആ കുഞ്ഞിൻ്റെ കൈ ഭദ്രമായിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം കുട്ടി ചിലപ്പോൾ ആ എന്തെങ്കിലും കാരണവശാൽ ആകർഷണമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടിട്ട് തിക്കും തിരക്കും അടിച്ച് കുട്ടി ചിലപ്പോൾ ഓടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പനാണ് കുട്ടിയുടെ കയ്യിൽ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള യാത്രയും. നമ്മൾ ഈശോയുടെ കയ്യിൽ നമ്മുടെ കരം കൊടുത്ത് ഈശോയോട് പിടിക്കാൻ പറയുമായിരിക്കും പലപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ലോക യാത്രയിലാണ്, നമ്മൾ ഈ ലോകത്തിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിൽ നിന്ന് നമ്മൾ കൊതറി ഓടുവാൻ നമ്മളാണ് കർത്താവിൻ്റെ കൈ പിടിച്ചതെങ്കിൽ ചിലപ്പോൾ നമ്മൾ പലതും ആകർഷിക്കപ്പെട്ട് ഈ ലോകത്തിൻ്റെ ചിന്തയിൽ ചിന്തപ്പെട്ട് നമ്മൾ പലപ്പോഴും ഓടിപ്പോകാനുള്ള ഒരു സാധ്യത എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും കർത്താവിനോട് നീ എൻ്റെ കരം പിടിക്കുക എന്ന് പറയുമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ആ പിടുത്തം ആ കുട്ടിക്ക് വേദന ഉണ്ടാവും. കാരണം ആ കുട്ടി ഓടാൻ ശ്രമിക്കുമ്പോൾ കൊതറൊക്കെ ചെയ്യുമ്പോൾ അപ്പം പിടുത്തം ചിലപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നുണ്ടാവും. ആ പിടുത്തത്തിൽ ചിലപ്പോൾ ചെറിയൊരു വേദന ആ കുട്ടിക്ക് ഉണ്ടാവും. എങ്കിലും അത് ആ കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആ അപ്പൻ മുറുകെ പിടിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ തിക്കും തിരക്ക് അടിക്കുമ്പോൾ ചില മുറിവുകളും ചില വേദനകളും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും. കർത്താവ് പൗലോസ്ലീഹയോട് പറഞ്ഞ പോലെ ആ മുള്ള് അവിടെ ഇരുന്നോട്ടെ, കാരണം നിനക്ക് എൻ്റെ കൃപ മതി. നിൻ്റെ ജീവിതത്തിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചില പ്രശ്നങ്ങൾ അവിടെ ഇരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ലോക ജീവിതത്തിലെ ഈ അവസാന കാലഘട്ടം വരെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നടപ്പാൻ ആ ഒരു ചെറിയ വേദന ചിലപ്പോൾ കാരണമായെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം.